ദില്ലിയിൽ അന്തരീക്ഷ മലിനീകരണം അതിഗുരുതരാവസ്ഥയിൽ. വായു ഗുണനിലവാര സൂചിക 500-ലെത്തി. ശ്വാസതടസ്സം ഉൾപ്പെടെ ശാരീരിക അസ്വസ്ഥതകളുമായി എത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ദില്ലി സർക്കാർ ഇന്ന് പ്രത്യേക അവലോകന യോഗം ചേരും. ദില്ലിയിലെ വിദൂര കാഴ്ച ഇങ്ങനെയാണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഇന്ത്യ ഗേറ്റ് ഇപ്പോൾ വിസിബിളല്ല. അന്തരീക്ഷ മലിനീകരണം ഏറ്റവും കൂടുതൽ രൂക്ഷമായിരിക്കുന്നു. അതായത് വായു ഗുണനിലവാര സൂചിക 500 മുകളിൽ. അതിരൂക്ഷമായ പുകമഞ്ഞ് ദില്ലി നഗരത്തെ വിഴുങ്ങുകയാണ്. ദൃശ്യപരിധി 500 മീറ്ററിൽ താഴെയായി കുറയുന്നു. ആരോഗ്യത്തിന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു രാജ്യതലസ്ഥാനം. ഞാൻ ഇന്ത്യ ഗേറ്റിൽ മാർഷൽ ഡ്യൂട്ടിയിലാണ്. ഇവിടെ ഇപ്പോൾ നോക്കുന്ന സമയത്ത് നമുക്ക് ശ്വാസം എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം പൊല്യൂഷൻ കാരണം ഇവിടെ കണ്ണിൽ ചെറിയ അലർജി മാതിരികൾ വരുന്നുണ്ട്. ഡൽഹി സർക്കാർ അതുപോലെ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഇതിനു വേണ്ടി എന്തെങ്കിലും ഒരു പ്രദൂഷണത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിച്ച് പുതിയൊരു ടെക്നോളജിയിൽ കൊണ്ടുവന്ന് നമുക്കൊരു മാറ്റം വരണം. ഇല്ലെങ്കിൽ നമ്മളെ ലൈഫ് ഒരു 10 വർഷത്തേക്ക് കുറഞ്ഞുകൊണ്ട് പോയിരിക്കുകയാണ്. ശൈത്യകാലത്തിൽ ആരംഭിക്കുന്ന ടൂറിസം മേഖലയെയും സാരമായി ബാധിക്കുകയാണ് വായു മലിനീകരണം. இன்னும் ரொம்ப பொல்யூஷனாக தான் இருக்குது. கொஞ்சம் எரியுது தொண்டெல்லாம். ஆனால் மாஸ்க் போடலான்னு நினைக்கிறேன், ஆனால் யாரும் போட மாட்டேங்கிறாங்க. ஒரு சிங்கிள் ஃபோட்டோகிராஃப் கூட கிளியராக எடுக்க முடியாது. நாங்கள் அதுக்கு விசிட் பண்ண தான் வந்தது. ബട്ട് ഇറ്റ്സ് നോട്ട് പോസിബിൾ. കടുത്ത ആരോഗ്യ പ്രതിസന്ധിയെ തുടർന്ന് ആശുപത്രികളിൽ എത്തുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു. അയൽ സംസ്ഥാനങ്ങളിലെ കാർഷികാവശിഷ്ടങ്ങൾ കത്തിക്കുന്നതും ദീപാവലിയിലെ പടക്കം കത്തിക്കലും വാഹനപ്പെരുപ്പവുമെല്ലാം വായു മലിനീകരണം രൂക്ഷമാക്കി. ഇതോടൊപ്പം യമുന നദിയിലെ വിഷപ്പതയും ജലക്ഷാമത്തിനും കാരണമായിട്ടുണ്ട്. രാജ്യതലസ്ഥാനം ശ്വാസം മുട്ടുമ്പോൾ കേന്ദ്ര സർക്കാരും ആം ആദ്മി സർക്കാരും പരസ്പരം പഴിചാരി രക്ഷപ്പെടുന്ന സമീപനം ഇത്തവണയും ആവർത്തിക്കുന്നു. അന്തരീക്ഷ മലിനീകരണവും പുകമഞ്ഞും അക്ഷരാർത്ഥത്തിൽ ദില്ലി നഗരത്തെ ഒരു ഗ്യാസ് ചേമ്പറാക്കി മാറ്റിയിരിക്കുകയാണ്. വലിയ ആരോഗ്യ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇന്ത്യ ഗേറ്റിൽ നിന്നും ക്യാമറമാൻ ശൈലേഷ് കലായിക്കൊപ്പം സിബി ജോസഫ്, കൈരളി ന്യൂസ്, ദില്ലി.